Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിൽ പഠിക്കാനുള്ളത് മന്ത്ലി റിട്ടേൺസ് അതുപോലെ ആനുവൽ റിട്ടേൺസ് ഈ രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം മന്ത്ലി റിട്ടേൺ ഫയൽ എന്ന കാര്യം നോക്കാം. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും, പക്ഷെ കുറച്ചുപേര് ഒഴിവാക്കിയിട്ട് ആരൊക്കെ ഒഴിവാക്കുന്ന അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, പിന്നെ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ കോമ്പസിഷൻ ടാക്സ് സ്കീമാണ്. ഓർ സെക്ഷൻ 51 TDS ആണ്, സെക്ഷൻ 52 TCS ആണ്. അപ്പോൾ ഇവരൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എന്ത് ചെയ്യണം? മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. ഷാൾ ഫോർ എനി കലണ്ടർ മന്ത് ഓർ പാർട്ട് thereof furnished in such form and manner as may be prescribed. എങ്ങനെയാണോ ഫർണിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ഫർണിഷ് ചെയ്യണം. എ റിട്ടേൺ ഇലക്ട്രോണിക്കലി of inward and outward supplies of goods or service or both inward and outward supplies കാണിക്കണം. അതിനകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽഡ്, ടാക്സ് പേയബിൾ, ടാക്സ് പെയ്ഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കണം. അപ്പം നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, GSTR 1, 2, 2A, 3 ഒക്കെ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടത്. On or before the 20th day of the month succeeding such calendar month or part thereof. അപ്പോൾ ഒരു മന്ത് കഴിഞ്ഞിട്ട് അടുത്ത മന്തിലെ 20th ഡേക്കുള്ളിൽ നമ്മളിത് ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ കോമ്പസിഷൻ സ്കീം. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഷാൾ ഫോർ ഈച്ച് ക്വാർട്ടർ ഓർ പാർട്ട് thereof furnish in such form and manner as may be prescribed a return electronically. ഇപ്പോൾ ക്വാർട്ടറിലാണ് ഫയൽ ചെയ്യേണ്ടത്, അവർ മന്ത്ലി അല്ല ക്വാർട്ടർലി ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ഫയൽ ചെയ്യാം. ഓഫ് ടേൺ ഓവർ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻവേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റിലും അല്ലെ യൂണിയൻ ടെറിട്ടറിയിലുള്ള ഇൻവേർഡ് സപ്ലൈസിൻ്റെത് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ബോത്ത് ടാക്സ് പേയബിൾ ആൻഡ് ടാക്സ് പെയ്ഡ്, അതുപോലെ തന്നെ ടാക്സ് പേയബിളും ടാക്സ് പെയ്ഡും വിത്തിൻ 18 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് സച്ച് ക്വാർട്ടർ. ഇപ്പോൾ ക്വാർട്ടർ കഴിഞ്ഞിട്ട് 18 ഡേയ്സിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇവിടെ ഇൻവേർഡ് സപ്ലൈസ് മാത്രം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അല്ലേ. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈസിന് വല്ല ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻവേർഡ് സപ്ലൈസിൻ്റെ കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 51. ഇപ്പോൾ സെക്ഷൻ 51 നമുക്കറിയാം TDS ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസ് ഷാൾ ഫേർണിഷ്ഡ് ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എ റിട്ടേൺ ഇലക്ട്രോണിക്കലി. അവരും റിട്ടേൺ ഫയൽ ചെയ്യണം ഇലക്ട്രോണിക്കലി ഫോർ ദ മന്ത് ഇൻ വിച്ച് such deduction have been made within 10 days after the end of such month. അപ്പോൾ അവർ ഫയൽ ചെയ്യേണ്ടത് ഏത് മന്തിലാണോ TDS നടത്തിയിരിക്കുന്നത് ആ മന്ത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓൾ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് ആസ് എൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഷാൾ ഫോർ എവറി കലണ്ടർ മന്ത് ഓർ പാർട്ട് thereof. ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മളൊരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെൻറ്റർ നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ചസിന് വേണ്ടിയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലുള്ള ഇൻപുട്ട് ടാക്സ് ഒക്കെ ബാക്കിയുള്ള ബ്രാഞ്ചസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവർ ഫയൽ ചെയ്യേണ്ടത് ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എ റിട്ടേൺ ഇലക്ട്രോണിക്കലി വിത്തിൻ 13 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് സച്ച് മന്ത്. അപ്പോൾ ഏത് മന്തിലാണോ നമ്മൾ ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് 13 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അവരും ഇലക്ട്രോണിക്കലി ഇത് ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് ഓൾ രജിസ്റ്റേർഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഷാൾ ഫോർ എവറി കലണ്ടർ മന്ത് ഓർ പാർട്ട് thereof. അവർ കലണ്ടർ മന്തിലോ അല്ലെങ്കിൽ പാർട്ട് thereofലോ ഫേർണിഷ് ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി prescribed a return electronically within the specified time period mentioned in the act. അപ്പോൾ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണിന് പ്രത്യേകമായിട്ടൊരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ അവരും എന്ത് ചെയ്യണം? നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് 6th പോയിന്റിൽ ദ കമ്മീഷണർ മേ എക്സ്റ്റെൻഡ് ദ ടൈം ലിമിറ്റ് ഫോർ ഫേർണിഷിംഗ് ദ റിട്ടേൺ അണ്ടർ ദിസ് സെക്ഷൻ ഫോർ സച്ച് ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺസ് ആസ് മേ ബി സ്പെസിഫൈഡ് ദെയറിൻ. അപ്പോൾ കമ്മീഷണർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം.
Next, all registered person who is liable to file return under the section shall pay to the government in a period not later than the last date on which he is required to furnish such return. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണോ അതിൻ്റെ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ഗവൺമെൻറ്റിന് അതിൻ്റെ പേയ്മെൻറ്റും നടത്തിയിരിക്കണം. Next, all registered person who is required to furnish return under subsection 1 or subsection 2. നോർമൽ പേഴ്സണും കോമ്പസിറ്റ് ടാക്സ് പെയർ പേഴ്സണും ആയിക്കഴിഞ്ഞാലും ആരൊക്കെ റിട്ടേൺ ഫേർണിഷ് ചെയ്യേണ്ടതുണ്ടോ അവരൊക്കെ ഷാൾ ഫേർണിഷ് എ റിട്ടേൺ ഫോർ എവറി ടാക്സ് പീരിയഡ് വെദർ ഓർ നോട്ട് എനി സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഹാവ് ബീൻ മെയ്ഡ് ഡ്യൂറിങ് സച്ച് ടാക്സ് പീരിയഡ്. ഇപ്പോൾ ടാക്സ് പീരിയഡിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ എല്ലാ മന്തും അവർ ടാക്സബിൾ സപ്ലൈ ഒന്നും നടത്തിയില്ലെങ്കിലും അവരെല്ലാ മന്തും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 9th പറയുന്നത് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി അലൗഡ് ടു ഫേർണിഷ് എ റിട്ടേൺ ഫോർ എ ടാക്സ് പീരിയഡ് ഇഫ് ദ റിട്ടേൺ ഫോർ എനി ഓഫ് ദ പ്രീവിയസ് ടാക്സ് പീരിയഡ് ഹാസ് നോട്ട് ബീൻ ഫേർണിഷ്ഡ് ബൈ ഹിം. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഫയൽ ചെയ്യാതെ ഈ മാസം ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മന്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തൊരു മന്തിൻ്റെ ഫയൽ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോമും അതിൻ്റെ മാനറുമാണ് പറയുന്നത്. ഒന്നാമത്തെ, all registered person other than a person referred to in section 14 of the Integrated Goods and Service Tax Act or input service distributor or a non-resident taxable person or a person paying tax under section 10 or section 51 as the case may be under section 52 shall furnish a return as per section 39 in form GSTR 3 ഇലക്ട്രോണിക്കലി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ കോമ്പസിഷൻ ടാക്സ് ഇല്ലാതെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ല, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ അല്ല, അതേപോലെ തന്നെ TDS അല്ല, TCS അല്ല, അങ്ങനത്തെ എല്ലാവരും അതല്ലാതെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം, ഫയൽ ചെയ്യേണ്ടത് ഫോം GSTR 3 പ്രകാരമാണ് നമ്മൾ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് GSTR 1ലും 2ലും 2A നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കാണിക്കും. അതിനുശേഷം രണ്ടിൻ്റെയും ടാക്സ് നമ്മൾ കാണിക്കുന്നത് GSTR 3ലാണ് അല്ലേ, എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് പറയുന്നത് പാർട്ട് എ ഓഫ് ദ റിട്ടേൺ ആസ് പെർ ദ പ്രൊവിഷൻ ഷാൾ ബി ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഇൻഫർമേഷൻ ഫേർണിഷ്ഡ് ത്രൂ ഫോം GSTR 1 ആൻഡ് ഫോം GSTR 2. ഇപ്പോൾ GSTR 1ഉം 2ഉം പ്രകാരമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലേ 3ലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. A registered person claiming refund of any balance in the electronic cash ledger in accordance with the provisions of section 49. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റീഫണ്ടിന് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ may claim such refund in part B of the return in form GSTR 3. ഇപ്പോൾ ഫോം GSTR 3ലുള്ള ഫസ്റ്റ് A പാർട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫില്ലായി കാണും. അപ്പോൾ B പാർട്ടിലാണ് നമ്മൾ റീഫണ്ടൊക്കെ കാണിക്കേണ്ടത്. റീഫണ്ടൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ such return shall be deemed to be an application filed under section 54. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്ഷൻ 54 പ്രകാരം റീഫണ്ട് ക്ലെയിം ചെയ്തതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യും. എന്ന് വെച്ചാൽ ഇതിലാണ് നമ്മൾ റീഫണ്ട് ക്ലെയിം ചെയ്യേണ്ടത്. നാലാമത്തെ, where the time limit for furnishing the details in form GSTR 1 under section 37 and in form GSTR 2 under section 38 have been extended and the circumstances so warrant. ഇപ്പം നമുക്കിപ്പം GSTR 1ൻ്റെയും 2ൻ്റെയും ഒക്കെ പീരിയഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതൊക്കെ ഫയൽ ചെയ്യേണ്ട ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. The commissioner may specify the manner and conditions subject to which the return shall be furnished in form GSTR 3B electronically. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, GSTR ഫോം 3Bയിൽ എങ്ങനെ ഫേർണിഷ് ചെയ്യണം, ഏത് പീരിയഡിലാണെന്നുള്ളത് കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് തരും. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റിട്ടേൺസ് ആൻഡ് പ്രൊവിഷണൽ ആക്സെപ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻ ആൻഡ് restriction as may be prescribed be entitled to take the credit of eligible input tax. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് എത്രയാണോ നമുക്ക് എലിജിബിൾ ആയിരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ആസ് സെൽഫ് അസസ്ഡ് നമുക്ക് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ എത്ര പേ ചെയ്തു നമ്മളുടെ ഇൻവോയ്സ് പ്രകാരം നമുക്കറിയാം.
in his return, and such amount shall be credited on a provisional basis to his electronic credit ledger. അപ്പോൾ അയാൾ ക്ലെയിം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊവിഷണൽ ബേസിസിൽ അയാളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെജറിലാണല്ലോ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. The credit referred above shall be utilized only for payment of self-assessed output tax as per return referred in the said subsection. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് ലെജറിൽ നമുക്ക് ഓൾറെഡി ക്രെഡിറ്റ് ആയി കിടക്കുന്ന എമൗണ്ട് നമുക്ക് ഏത് കാര്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സെൽഫ് അസസ്ഡ് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് റിട്ടേൺ പ്രകാരം നമുക്കറിയാം ഔട്ട്പുട്ട് ടാക്സ് ഇത്രയായിരിക്കും. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി മാത്രമേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെജറിൽ നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്ന ITC യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാച്ചിങ്, റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ എങ്ങനെ അത് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തത് ദ ഡീറ്റെയിൽസ് ഓഫ് എവറി ഇൻവേർഡ് സപ്ലൈ ഫേർണിഷ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സണിനെ ഇവിടെ സെക്ഷനിൽ ഇനി റെസിപ്പിയൻ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ recipient for a tax period shall in such manner and within such time as may be prescribed be matched. അപ്പോൾ ഒരാൾ ഇൻവേർഡ് സപ്ലൈ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് മാച്ച് ചെയ്തിരിക്കണം. ഏതുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഫേർണിഷ്ഡ് ബൈ ദ കറസ്പോണ്ടിങ് രജിസ്റ്റേർഡ് പേഴ്സൺ hereafter referred as supplier in his valid return for the same tax period or any preceding tax period. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആൾ, ഇവിടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത ആൾ. അപ്പോൾ സപ്ലൈ ചെയ്ത ആൾ ഓൾറെഡി എന്ത് ചെയ്യും? GSTR 1 അയാളുടെ ഔട്ട്വേർഡ് സപ്ലൈസ് കാണിക്കും. അപ്പോൾ ആ 1 കാണിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന റെസിപ്പിയൻറ്റിൻ്റെ കേസിൽ GSTR 2A ഓട്ടോമാറ്റിക്കലി വരും അല്ലേ. അപ്പോൾ അത് മാച്ച് ആയിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സെയിം എമൗണ്ടും സെയിം ഡിസ്ക്രിപ്ഷനും ഒക്കെ ആയിരിക്കണം അവിടെയും വരേണ്ടത്. രണ്ടാമത്തെ വിത്ത് integrated goods and service tax paid under section 3 of Customs Tariffs Act 1975 in respect of goods imported by him. അതേപോലെ തന്നെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ അതെന്ത് ചെയ്യണം? IGST ആയിട്ട് മാച്ച് ആയിരിക്കണം. നെക്സ്റ്റ് ഫോർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ അതും അയാളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിം ഡ്യൂപ്ലിക്കേഷനുമായിട്ടും മാച്ച് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സപ്ലയറോ അല്ലെങ്കിൽ ആരാണ് ആ സിറ്റുവേഷനിൽ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സംഭവമായിട്ട് മാച്ച് ആയിരിക്കണം. നെക്സ്റ്റ് ദ ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവോയ്സ് or debit note relating to inward supply that match with the details of corresponding outward supply or with the integrated goods and service tax paid in terms of goods imported by him shall be finally accepted. അപ്പോൾ ഇത് മാച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ റെസിപ്പിയൻറ്റിനെയും സപ്ലയർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റെസിപ്പിയൻറ്റിൻ്റെയുമായിട്ട് മാച്ച് ആക്കി നോക്കി അത് മാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ shall be finally accepted and such acceptance shall be communicated in such manner as may be prescribed to the recipient. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിപ്പിയൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റെസിപ്പിയൻറ്റിനാണല്ലോ ITC കിട്ടേണ്ടത്. അപ്പോൾ അയാളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് where the input tax credit claimed by the recipient. പർച്ചേസ് ചെയ്ത ആളാണ്, റെസിപ്പിയൻ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ടത്. അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് എൻ ഇൻവേർഡ് സപ്ലൈസ് ഇൻ എക്സസ് ഓഫ് ദ ടാക്സ് ഡിക്ലെയർഡ് ബൈ ദ സപ്ലയർ. അപ്പോൾ സപ്ലയർ കാണിച്ചിരിക്കുന്ന ടാക്സിനെ കാട്ടി കൂടുതൽ ഇയാൾ ക്ലെയിം ചെയ്ത് പോവുകയാണെങ്കിൽ ഫോർ ദ സെയിം സപ്ലൈ ഓർ ദ ഔട്ട്വേർഡ് സപ്ലൈ ഇസ് നോട്ട് ഡിക്ലെയർഡ് ബൈ ദ സപ്ലയർ ഇൻ ഹിസ് വാലിഡ് റിട്ടേൺസ്. അല്ലെങ്കിൽ ഈ ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് ആ സപ്ലയർ അത് അയാളുടെ റിട്ടേൺസിൽ കാണിച്ചില്ല, അതിൻ്റെയാണ് നമ്മുടെ റെസിപ്പിയൻറ്റ് ഇൻവേർഡ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ദ ഡിസ്ക്രീപ്പൻസി ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ബോത്ത് സച്ച് പേഴ്സൺസ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ എങ്ങനെയാണോ അത് ആ ഡിഫറൻസ് ഉള്ളത് എന്ത് ചെയ്യണം? രണ്ടു പേർക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ രണ്ട് പേഴ്സൺസ് എന്ന് വെച്ചാൽ സപ്ലയറും അതേപോലെ തന്നെ റെസിപ്പിയൻറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ദ ഡ്യൂപ്ലിക്കേഷൻ ഫോർ ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റെസിപ്പിയൻറ്റ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതേപോലെ തന്നെ ക്ലെയിമിൽ വരുന്ന ഡ്യൂപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ റെസിപ്പിയൻറ്റിന്
പ്രിസ്ക്രൈബ്ഡ് മാനറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദ എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എനി ഡിസ്ക്രീപ്പൻസി ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. അപ്പം നമ്മളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ പാർട്ട് ഓഫ് എമൗണ്ട് which is not rectified by the supplier in his valid return for the month in which discrepancy is communicated shall be added to the output tax liability of the recipient. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും സപ്ലയർ അയാളുടെ റിട്ടേണിൽ അത് കാണിച്ചില്ല, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പിയൻ്റ് ആയിരിക്കും അയാൾ അതിൻ്റെ മേലെ ക്ലെയിം ചെയ്തു പോയി, പക്ഷെ ആ ക്ലെയിം ഇല്ലാതാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ റെസിപ്പിയൻറ്റിൻ്റെ ആ ടാക്സ് ലയബിലിറ്റിയുടെ മേലെ ആഡ് ആയി വരും. ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് റിട്ടേൺ ഫോർ ദ മന്ത് സക്സീഡിങ് ദ മന്ത് ഇൻ വിച്ച് ദ ഡിസ്ക്രിപ്പൻസി ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിലുള്ള അയാളുടെ റിട്ടേണിൻ്റെ കൂടെ ഏത് മാനറിലാണോ പ്രിസ്ക്രൈബ് ചെയ്ത് ആ മാനറിൽ അത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ആഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെസിപ്പിയൻ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എത്രയും അയാളുടെ ടാക്സ് ലയബിലിറ്റി കൂടും അല്ലേ. ഇപ്പം ഇൻപുട്ട് ടാക്സ് അയാൾക്ക് 100 കിട്ടി, ടാക്സ് ലയബിലിറ്റി 200 ആണെങ്കിൽ അയാൾ 100 rupees അടിച്ചാൽ മതി ആ 100 കഴിച്ചിട്ട്. ഇനിയിപ്പോൾ ഇൻപുട്ട് ടാക്സ് 100 അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല, സപ്ലയർ അത് കറക്ഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അതില്ലെങ്കിൽ അയാൾ 200 അടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ആ ഇൻപുട്ട് ടാക്സിൻ്റെ അത്രയും എമൗണ്ട് അയാൾക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് പറയുന്നത്, the amount claimed as input tax credit that is found to be in excess on account of duplication of claim. any duplication of claim വന്നിട്ട് ഉള്ള ഒരു എക്സസ് എമൗണ്ട് ആണെങ്കിൽ shall be added to the output tax liability of the recipient in his return for the month in which the duplication is communicated. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ഏത് മന്തിലാണോ ആ ഡ്യൂപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മന്തിൽ എന്ത് ചെയ്യും, അത് അയാൾക്ക് ആഡ് ആയി വരും. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ആയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് അത്ര എമൗണ്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, എ റെസിപ്പിയന്റ് ഇൻ ഹൂസ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എനി എമൗണ്ട് ഹാസ് ബീൻ ആഡഡ് ആസ് പെർ ദ ആക്ട്. ഇനി ഒരു റെസിപ്പിയൻറ്റിൻ്റെ എമൗണ്ടിൽ ഇങ്ങനെ ഏതെങ്കിലും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആഡ് വരുവാണെങ്കിൽ ഷാൽ ബി ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 50 ഓൺ ദ സെഡ് എമൗണ്ട്. അപ്പോൾ അയാൾ എമൗണ്ട് മാത്രം പേ ചെയ്താൽ പോരാ, അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി പേ ചെയ്യേണ്ടി വരും. വേർ എനി reduction in output tax liability, the interest paid shall be refunded to the recipient by crediting the amount in the corresponding head office electronic cash ledger in such manner as may be prescribed. അപ്പം അതേപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ എന്തെങ്കിലും റിഡക്ഷൻ വരുവാണെങ്കിൽ അപ്പോൾ ആ ഇൻട്രസ്റ്റ് പെയ്ഡ് ഷാൾ ബി റീഫണ്ടഡ്, ആ ഇൻട്രസ്റ്റ് പെയ്ഡ് റീഫണ്ട് ആയി വരും ടു ദ റെസിപ്പിയൻറ്റ് ബൈ ക്രെഡിറ്റിംഗ് ദ എമൗണ്ട് ഇൻ ദ കറസ്പോണ്ടിങ് ഹെഡ് ഓഫീസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ അയാളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയി വരും. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ എന്തെങ്കിലും റിഡക്ഷൻ വരുവാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് മാച്ച് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. The following details relating to the claim of input tax credit on inward supplies, including import provisionally allowed under section 41, shall be matched under section 42 after the due date for furnishing the return in form GSTR 3. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ GSTR 3 ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും ഒക്കെ വരും. അപ്പോൾ അതിൽ മാച്ചിങ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, എന്തിൻ്റെയൊക്കെ ബേസിലാണെന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദ സപ്ലയർ, GSTI നമ്പർ തന്നിട്ടുണ്ടാകും സപ്ലയറിൻ്റെ, അപ്പോൾ അത് നോക്കും. അതേപോലെ തന്നെ GSTI നമ്പർ ഓഫ് ദ റെസിപ്പിയൻറ്റ്. അപ്പോൾ സപ്ലയർ ആർക്ക് സെയിൽ ചെയ്തു എന്ന് കാണിച്ചിട്ടുണ്ടാവും, ഈ റെസിപ്പിയൻ്റെ നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ടാവും, റെസിപ്പിയൻ്റ് ആ സപ്ലയറിൻ്റെ നമ്പർ പർച്ചേസ് ചെയ്തു എന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാച്ച് ചെയ്യണം. ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് നമ്പർ, അതേപോലെ തന്നെ ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തതിൻ്റെ നമ്പർ രണ്ടുപേരും കാണിച്ചിട്ടുണ്ടാവും. ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഡേറ്റ്, അതേപോലെ തന്നെ ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവും, പിന്നെ ടാക്സ് എമൗണ്ടും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ മാച്ചിങ് നടത്തുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് വേർ ദ ടൈം ലിമിറ്റ് ഫോർ ഫർണിഷിംഗ് Form GSTR 1 specified under section 37 and Form GSTR 2 specified under section 38 has been extended, the date of matching related to claim of output tax credit shall also be extended accordingly. ഇപ്പോൾ നമ്മൾ GSTR 1 GSTR 2 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി വരാം. അപ്പം അങ്ങനെ എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ ഈ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിൻ്റെ മാച്ചിങ് പ്രോസസ്സും അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. Provided further that the commissioner may on the recommendation of the council by order extend the date of matching relating to claim
claim of input tax credit to such date as may be specified therein. അതുകൂടാതെ നമ്മുടെ കൗൺസിലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്മീഷണറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് കൗൺസിലിന് എന്ത് ചെയ്യാം, ഈ മാച്ചിങ്ങിന്റെ ഡേറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ആയി വരാം. അപ്പോൾ അത് മാച്ചിങ് നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ടാക്സ് ലയബിലിറ്റി കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാച്ചിങ് ഒരു സ്പെഷ്യൽ പ്രോസസ് ആയിട്ട് വരുന്നത് ഇവിടെ. അപ്പം ആ മാച്ചിങ്ങിന്റെ ഡേറ്റ് നമുക്ക് പ്രത്യേകമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മാച്ചിങ്, റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അതിലെന്താ പറയുന്നത് നോക്കാം. The details of every credit note relating to outward supply furnished by the registered person. ഇപ്പോൾ registered person എന്ത് ചെയ്യാണ്, outward supplyയുടെ ക്രെഡിറ്റ് നോട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ hereafter in the section referred as supplier. സപ്ലയർ ആണ് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ. ഔട്ട്വേർഡ് സപ്ലൈയുടെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ ആണ്. അപ്പം നമുക്കിനി സപ്ലയർ എന്നായിരിക്കും പറയുന്നത്. ഫോർ എ ടാക്സ് പീരിയഡ് ഷാൾ ഇൻ സച്ച് മാനർ ആൻഡ് വിത്തിൻ സച്ച് ടൈം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബി മാച്ച്ഡ്. അപ്പം നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഫയൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ മാച്ച് ആയിരിക്കണം വിത്ത് ദ കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ ദ ക്ലെയിം ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബൈ ദ കറസ്പോണ്ടിങ് രജിസ്റ്റേർഡ് പേഴ്സൺ. ഇപ്പോൾ റെസിപ്പിയന്റ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലും ആ റിഡക്ഷൻ കാണിച്ചിരിക്കണം. ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട് വരുവാണെങ്കിൽ എമൗണ്ട് റിഡക്ഷൻ വരും. അപ്പോൾ ആ റിഡക്ഷൻ എന്ത് ചെയ്യണം, ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കുന്ന റെസിപ്പിയന്റിന്റെ ക്ലെയിമിലും അത്രയും റിഡക്ഷൻ കാണിച്ചിരിക്കണം. ഇൻ ഹിസ് വാലിഡ് റിട്ടേൺ ഫോർ ദ സെയിം ടാക്സ് പീരിയഡ് ഓർ എനി സബ്സിക്വന്റ് ടാക്സ് പീരിയഡ് ആൻഡ് ഫോർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഓഫ് റിഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ ആ കേസിലും അതെന്ത് ചെയ്യണം, മാച്ച് ആയിട്ട് വരണം. ഈ എമൗണ്ട് മാച്ച് ആയിരിക്കണം. ഇപ്പോൾ ഈ ക്രെഡിറ്റ് നോട്ടിൽ എത്രയും കുറഞ്ഞോ അത്രയും എമൗണ്ട് റെസിപ്പിയന്റിന്റെ കയ്യിലും കുറഞ്ഞതായിട്ട് കാണിക്കണം. The claim for reduction in output tax liability by the supplier that matches with the corresponding reduction in the claim for input tax credit by the recipient shall be finally accepted and communicated in such manner may be prescribed to the supplier. അപ്പോൾ എങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ റിഡക്ഷൻ വരുവാണ് സപ്ലയറിന്, അതേപോലെ തന്നെ അത്രയും എന്ത് ചെയ്യും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലും നമ്മുടെ റെസിപ്പിയന്റിന്റെ കയ്യിലും അത്രയും തന്നെ ഡിഫറൻസ് വരണം, എന്ന് വെച്ചാൽ അത്രയും തന്നെ റിഡക്ഷൻ വരണം. അപ്പോൾ ആ റിഡക്ഷൻ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് സപ്ലയറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Next, where the reduction of output tax liability in respect of outward supplies exceeds the corresponding reduction in the claim for input tax credit or the corresponding credit note is not declared by the recipient in his valid returns. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലയർ എന്ത് ചെയ്തു, ക്രെഡിറ്റ് നോട്ട് കാണിച്ചു, അത്രയും അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു. പക്ഷെ അത്രയും അയാളുടെ ഈ റെസിപ്പിയന്റിന്റെ കേസിൽ റെസിപ്പിയന്റ് ആ ക്രെഡിറ്റ് നോട്ട് ഡിക്ലെയർ ചെയ്തില്ല, എന്ന് വെച്ചാൽ കാണിച്ചില്ല. അപ്പം അങ്ങനെ ആകുമ്പം അവിടെ ഡിഫറൻസ് വരും അല്ലേ. ദ ഡിസ്ക്രീപ്പൻസി ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ബോത്ത് സച്ച് പേഴ്സൺസ് അക്കോർഡിംഗ്ലി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഈ ചേഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. The duplication of claim for reduction in output tax liability shall be communicated to the supplier in such manner as may be prescribed. അതേപോലെ തന്നെ നമ്മൾ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, സപ്ലയറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Amount in respect of which any discrepancy is communicated which is not rectified by the recipient in his valid return for the month in which discrepancy is communicated shall be added to the output tax liability of the supplier. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രീപ്പൻസി വരുവാണ്, ഡിസ്ക്രീപ്പൻസി എന്തായില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അത് ആര് കറക്റ്റ് ചെയ്തില്ല, നമ്മൾ റെസിപ്പിയന്റ് കറക്റ്റ് ചെയ്തില്ല. അപ്പോൾ റെസിപ്പിയന്റിന്റെ ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ അത്ര എമൗണ്ട് കുറച്ച് കാണിച്ചില്ലെങ്കിൽ അപ്പോൾ അത്ര എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ കുറക്കേണ്ട, അത് കുറച്ചില്ല. അപ്പോൾ സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ആ എമൗണ്ട് കുറഞ്ഞു വരില്ല അല്ലേ, രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സെയിം വരുന്നില്ലെങ്കിൽ അപ്പം നമ്മുടെ ആരാ കറക്റ്റ് ചെയ്യേണ്ടത് റെസിപ്പിയന്റ് ആണ്. അപ്പോൾ റെസിപ്പിയന്റ് ആ സമയത്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൂടും. എന്നുവെച്ചാൽ ഇവിടെ ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി കൂടുതൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ എമൗണ്ട് തന്നെ നമ്മുടെ സപ്ലയർ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. Next, the amount in respect of any reduction in output tax liability that is found to be on account of duplication of claims. അല്ലെങ്കിൽ duplication of claims കാരണമാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറഞ്ഞിരിക്കുന്നത്, എന്ന് വെച്ചാൽ 2 തവണ ക്രെഡിറ്റ് നോട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി കാണും. അപ്പോൾ ഷാൾ ബി ആഡഡ് ടു ദ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് സപ്ലയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിന്റെ മേലെ ആ എമൗണ്ട് ആഡ് ചെയ്യണം ഇൻ ഹിസ് റിട്ടേൺ ഫോർ ദ മന്ത് ഇൻ വിച്ച് സച്ച് ഡ്യൂപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ ഏത് മന്തിലാണോ ഡ്യൂപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ മന്തിലായിരിക്കണം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ അത് ആഡ് ചെയ്യേണ്ടത്. 2 തവണ അത് ക്ലെയിം ചെയ്ത് പോയി കാണും.
Next, the supplier shall be eligible to reduce from his output tax liability the amount so added if the recipient declares the details of the credit note in his valid return. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൂടിപ്പോയി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിപ്പിയന്റ് ക്രെഡിറ്റ് നോട്ട് കാണിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് പിന്നെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ റെസിപ്പിയന്റ് കാണിക്കുവാണെങ്കിൽ നമ്മുടെ സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ അത്ര എമൗണ്ട് പിന്നെയും കുറയും. Next, a supplier in whose output tax liability any amount has been added shall be liable to pay interest at the rate specified under section 50 in respect of the amount so added. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി സപ്ലയറിന്റെ നമ്മൾ കാണിച്ചതിനെക്കാട്ട് കൂടുതലാണ് വരുന്നത്. ഇപ്പം പിന്നെയും ആഡ് ചെയ്ത് കാണിക്കേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത്രയും ആഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ മേലെ സപ്ലയർ പിന്നെ നമ്മൾ ഇൻട്രസ്റ്റും കൂടി പേ ചെയ്യേണ്ടി വരും. ഇപ്പം മന്ത്ലി റിട്ടേണിന്റെ സിറ്റുവേഷൻ ഇത്രയൊക്കെയാണ്. ഇനി ആനുവൽ റിട്ടേൺ എന്തോന്ന് നോക്കാം. All registered person shall furnish an annual return for every financial year electronically. അപ്പം എല്ലാവരും നമ്മൾ നേരത്തെ കുറച്ച് ആൾക്കാർ മന്ത്ലി റിട്ടേണിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരെയും പറയുന്നില്ല. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഓൺ ഓർ ബിഫോർ 31st day of December following the end of such financial year. അപ്പോൾ 31st ഡിസംബറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് മന്തിലോ നെക്സ്റ്റ് ഇയറിലോ അല്ല പറയുന്നത്, 31st ഡിസംബറിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ who is required to get his accounts audited shall furnish electronically the annual return along with a copy of the audited annual accounts and a reconciliation statement. അപ്പോൾ ഇനി ഓഡിറ്റ് ചെയ്യേണ്ട ഒരു കമ്പനി ആണെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്ത ആ റിട്ടേൺ ആയിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. ഓഡിറ്റ് ചെയ്ത ആ റിട്ടേൺ ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സിന്റെ ഒരു കോപ്പിയോടെ വേണം നമ്മൾ, അതേപോലെ തന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ. റീകൺസിലിംഗ് ദ വാല്യൂ സപ്ലൈസ് ഡിക്ലെയർഡ് ഇൻ ദ റിട്ടേൺ ഫേർണിഷ്ഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ വിത്ത് ദ ഓഡിറ്റഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് such other particulars as may be prescribed. അപ്പോൾ ഏതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കാര്യങ്ങളും, അതേപോലെ തന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നമ്മൾ സപ്ലൈസിന്റെ വാല്യൂ റീകൺസിൽ ചെയ്ത് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട പേഴ്സൺ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. അല്ലാത്ത സിറ്റുവേഷൻസിൽ എല്ലാവരും നോർമലി ഫയൽ ചെയ്യുന്നത് പോലെ 31st ഡിസംബറിൽ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും, നേരത്തെ നമ്മൾ കോമ്പസിറ്റ് സപ്ലൈ അവർ പിന്നെ TDS TCS ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു മന്ത്ലിയുടെ കാര്യം പറഞ്ഞപ്പോൾ. ഇപ്പോൾ ഇവിടെ ആരും ഒഴിവാക്കുന്നില്ല, എല്ലാവരും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ആനുവൽ റിട്ടേണിന്റെ CGST റൂൾ 80 പ്രകാരം പറയുന്നത് എന്താന്ന് നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ subject to some exemption shall furnish an annual return electronically through the common portal either directly or through facilitation center notified by the commissioner. അപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ചില എക്സംഷൻസ് പറയുന്നുണ്ട്. എക്സംഷൻസ് എന്താണെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പം GST കൗൺസിൽ പ്രകാരം അവർ തീരുമാനിക്കുന്ന എക്സംഷൻസ് ആയിരിക്കും. അപ്പോൾ അവരല്ലാതെ ബാക്കി എല്ലാവരും ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യണം. ഇപ്പോൾ ഇലക്ട്രോണിക് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യാം, കോമൺ പോർട്ടലിൽ ഡയറക്റ്റ്ലി ചെയ്യാം, അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെന്റർ ത്രൂ നമുക്ക് ചെയ്യാം. Every electronic commerce operator required to collect tax at source under section 52 shall furnish annual statement in form GSTR N9B. അപ്പം നമ്മുടെ 52 പ്രകാരം TDS അല്ല CCSന്റെ സിറ്റുവേഷൻ വരുന്ന ഒരാളാണെങ്കിൽ അവർ ഫോം GSTR 9B പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീസ് 2 crore എക്സീഡ് ചെയ്യുന്ന ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ഷാൾ ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം ആദ്യം. ആൻഡ് ഹി ഷാൾ ഫേർണിഷ് എ കോപ്പി ഓഫ് ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സിന്റെ കോപ്പി കാണിച്ചിരിക്കണം. ആൻഡ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഡ്യൂലി സർട്ടിഫൈഡ് ഇൻ ഫോം GSTR 9C. അപ്പോൾ അവർ ഫയൽ ചെയ്യേണ്ടത് ഫോം GSTR 9Cയിലാണ്, electronically through the common portal either directly or through a facilitation center. അപ്പോൾ ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെന്റർ ത്രൂവോ അവർ ഫയൽ ചെയ്യേണ്ടത് GSTR 9Cയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അവർ ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സും അതുപോലെ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും എല്ലാം ഫയൽ ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഫൈനൽ റിട്ടേൺ ഓർ റിട്ടേൺ ബൈ എ പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ്. അതിന് ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുകയാണെങ്കിൽ അയാൾ ലാസ്റ്റ് ഫയൽ ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ടാവില്ലേ, അതിന്റെ കാര്യമാണ് പറയുന്നത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫേർണിഷ് എ റിട്ടേൺ ആൻഡ് ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽ ഷാൾ ഫേർണിഷ് എ ഫൈനൽ റിട്ടേൺ വിത്തിൻ 3 months ഓൺ ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ. അപ്പോൾ അവർ ഇയർ എൻഡ് ആവാനൊന്നും നിൽക്കണ്ട, എപ്പോഴാണ് അവരുടെ രജിസ്ട്രേഷൻ
ക്യാൻസൽ ആവുന്നത് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ക്യാൻസലേഷൻ എപ്പോഴാണോ കിട്ടുന്നത്, ഏതാണോ വിച്ച് എവർ ഈസ് ലേറ്റർ, ഏതാണോ ലേറ്റ് ആയിട്ട് സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, ഏത് ഫോമിൽ മാനറിലാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ അവർ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ഫൈനൽ റിട്ടേൺ ആണ് അവർ ഫയൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു ബി സബ്മിറ്റഡ് ഇൻ ഫോം GSTR 11. അവർ ഫയൽ ചെയ്യേണ്ടത് ഫോം GSTR 11ലാണ് ഫൈനൽ റിട്ടേൺ എന്നുവെച്ചാൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത സമയത്ത് ഫയൽ ചെയ്യുന്ന റിട്ടേൺ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, നോട്ടീസ് ടു റിട്ടേൺ ഡിഫോൾട്ടേഴ്സ്. ഇനി റിട്ടേൺ ചെയ്യാത്തവർ, ഫയൽ ചെയ്യാത്തവർക്കുള്ള നോട്ടീസിന്റെ കാര്യമാണ് പറയുന്നത്. Where a registered person fails to furnish a return under section 39 or section 44 or section 45. അപ്പോൾ അയാൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എ നോട്ടീസ് ഷാൽ ബി ഇഷ്യൂഡ് റിക്വയറിംഗ് ഹിം ടു ഫേർണിഷ് സച്ച് റിട്ടേൺ വിത്തിൻ 15 days. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു നോട്ടീസ് അയക്കും. പ്രോപ്പർ ഓഫീസർ ആരാണോ അവരൊരു നോട്ടീസ് അയക്കും. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 15 ദിവസത്തിനുള്ളിൽ ആ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. എന്നിട്ടും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ അതിന്റെ മേലെ ആക്ഷൻ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ്, ലെവി ഓഫ് ലേറ്റ് ഫീ. ലേറ്റ് ഫീയുടെ സിറ്റുവേഷൻ നോക്കാം. എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഫെയിൽസ് ടു ഫേർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ഓർ ഇൻവേർഡ് സപ്ലൈസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 37 or 38 or returns required under section 39 or section 45 by due date shall pay a late fee. ഇപ്പോൾ ഒരാൾ ഫേർണിഷ് ചെയ്യാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അതിന് ലേറ്റ് ഫീ കൊടുക്കണം. 100 rupees for every day. ഒരു ദിവസം 100 rupees വെച്ചിട്ടാണ് ലേറ്റ് ഫീ കൊടുക്കേണ്ടത്. ഡ്യൂറിംഗ് വിച്ച് ഫെയിലിയർ കണ്ടിന്യൂസ് സബ്ജക്ട് ടു എ മാക്സിമം എമൗണ്ട് 5000. മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് 5000 rupees ആണ്. ഇപ്പോൾ ഡെയിലി 100 rupees വെച്ച് കൊടുക്കണം. അത് മാക്സിമം നമ്മൾ 5000 വരെയാണ് ഫൈൻ വരുന്നത്. നെക്സ്റ്റ്, എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫേർണിഷ് ദ റിട്ടേൺ റിക്വയർഡ് അണ്ടർ സെക്ഷൻ 44 by due date shall be liable to pay late fee of 100 rupees for every day during which the failure continues. അതേപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് അയാൾ സെക്ഷൻ 44 പ്രകാരം നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾ അത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഡെയിലി 100 rupees വെച്ചിട്ട് അയാൾക്കും ലേറ്റ് ഫീ വരും. മാക്സിമം എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് ദ 1/4% ഓഫ് ഹിസ് ടേൺ ഓവർ. അപ്പോൾ അവരുടെ മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ ഒരു 1/4 പാർട്ടായിട്ട് വരും, 1/4% ആയിട്ട് വരും. ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 1/4% അല്ലെങ്കിൽ പറയുന്നത് ഡെയിലി 100 വെച്ചിട്ട്. അപ്പം മാക്സിമം ആണ് ഈ 1/4% എന്ന് പറയുന്നത്. മറ്റു കേസിലാണെങ്കിൽ മാക്സിമം 5000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ 5000 ആയിട്ടല്ല, അയാളുടെ ടേൺ ഓവറിന് 1/4% ആയിട്ട് വേണം നമ്മൾ മാക്സിമം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് മന്ത്ലി റിട്ടേൺ ആണ്. അപ്പോൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അതേപോലെ തന്നെ ഫോം ആൻഡ് മാനർ, എങ്ങനെയാണ് നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതിൻ്റെ ഫോമും മാനറും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആക്സെപ്റ്റൻസ് വരും. അതുകൂടാതെ നമ്മൾ അതിൻ്റെ മാച്ചിങ് പ്രോസസ്സ്, റിവേഴ്സൽ, റീക്ലെയിം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാച്ചിങ് നടത്തുന്നത്, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസിലാണ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ആഡ് ആയി വരുന്നത് എങ്ങനെയാണ്, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ പഠിച്ചു. ഇനി മാച്ചിങ് ഓഫ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ റിവേഴ്സൽ, റീക്ലെയിം ഓർ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലും ഇതേ സംഭവം തന്നെ വരുന്നത്, പക്ഷെ അത് പേഴ്സൺ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. മറ്റേ കേസിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ റെസിപ്പിയൻറ്റും സപ്ലയറും വരുന്നുണ്ടെങ്കിൽ ഇവിടെ സപ്ലയർ ത്രൂ റെസിപ്പിയൻ്റ് ആയിരിക്കും വരുന്നത് അല്ലെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരുന്ന സമയത്ത് മാച്ചിങ് വരുന്നത്. പിന്നെ നമ്മൾ ആനുവൽ റിട്ടേൺസ് പഠിച്ചു, അതിൻ്റെ റൂൾസ് പഠിച്ചു. പിന്നെ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ലേറ്റ് ഫീയും, അതേപോലെ തന്നെ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സിറ്റുവേഷൻസും, ഇനി ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് അയക്കുന്ന നോട്ടീസ് എങ്ങനെയായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.